ഞങ്ങള് ചുങ്കത്തർക്ക് പോവാണ്. ചുങ്കത്തർക്ക് പോണേ വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളേട്ടാ പോണേ? അപ്പൊ ഞങ്ങള് പോയിട്ട് വരാട്ടെ ഗൈസ്. ഞങ്ങൾ ഒരുങ്ങി പോവാണ്. ഇന്നിപ്പോ ഞങ്ങളെ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര, ഉപ്പ്, പിന്നെ അതുപോലെ കറി വെക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുങ്കത്തർക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇവർ രണ്ടാളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒപ്പം കൂടിയിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ അങ്ങനെ പുറത്തേക്കൊന്നും അവരെ കൊണ്ടുപോവാറില്ല. അപ്പൊ പിന്നെ ഞങ്ങളും പോരട്ടെ, എന്തെങ്കിലും ഒരു ജ്യൂസ് എന്തെങ്കിലും വാങ്ങി തന്നാൽ മതി എന്ന് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് പിന്നെ ഞാൻ ഒപ്പം കൂട്ടുന്നതാണ് കേട്ടോ. പിന്നെ രാവിലെ നേരത്തെ പോവാണ്, 9 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഈ പോണത്. കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കുമല്ലോ. അപ്പൊ വെയിലിന്റെ മുന്നേ വീട്ടിൽ എത്താന്ന് വിചാരിച്ചിട്ട് വേഗം പോവാണ് കേട്ടോ. പിന്നെ വീട്ടിലത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. പണികൾ ഒരുക്കുന്നതിന്റെ മുന്നേ ചായ കുടിച്ചുങ്ങാണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ചായ കുടി കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഒരുങ്ങി പോകുന്നതാണ്. അപ്പൊ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വരെയും കൊണ്ട് ഞാൻ പോവാണ്. അങ്ങനെ ആ ATM-ക്കാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ATM-ന്ന് വേഗം കുറച്ച് പൈസ എടുക്കട്ടെ. പൈസ എടുത്തിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അക്കൗണ്ടിൽ അധികം പൈസ ഒന്നും ഇല്ല കേട്ടോ. അക്കൗണ്ടിൽ ഞാൻ ഈ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പൈസ ഉണ്ട്. അപ്പൊ സാധനങ്ങൾ പറ്റ കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം വന്നതാണ്. പിന്നെ പൈസ എടുക്കണ കണ്ടപ്പോൾ ഇവര് ലോഡർ ഫ്രൈയും അതുപോലെ തന്നെ മോമോസ് ഒക്കെ വാങ്ങി തരുമെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു പൈസ അധികം ഇല്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് പപ്സും ലൈമും കഴിക്കാറുണ്ട്. അങ്ങനെ പപ്സും സമൂസയും ഒക്കെ ഉണ്ട് അവർക്ക് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഒരു ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടാൾക്കും ജ്യൂസും കൊടുക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാളും ജ്യൂസും കുടിച്ചോളുന്നു. പിന്നെ ദാഹം മാറിക്കോളും വിചാരിച്ചിട്ട് വെള്ളമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. ചിക്കൻ വാങ്ങി, പിന്നെ അതുപോലെ തന്നെ പച്ചക്കറികൾ വാങ്ങി, പലചരക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധനം വാങ്ങിക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അവരെയും കൊണ്ടല്ലേ പോന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. അതൊക്കെ ഇപ്പൊ വാങ്ങിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ ഡിക്കിലൊക്കെ ഉണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ഇറക്കി. ഈ വാതിലൊക്കെ തുറക്കട്ടെ. വാതിലൊക്കെ തുറന്നിട്ട് അകത്തൊക്കെ കയറട്ടെ. പിന്നെ ഇതാക്കണ ഇവർക്ക് 2 പുസ്തകം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ വെക്കേഷൻ അല്ലേ, അപ്പൊ ഞാൻ കഥയൊക്കെ വായിച്ചിട്ട് അങ്ങനെ ഇരുന്നോളും വിചാരിച്ചാണ്ട് കഥ ബുക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇവരെ കൊണ്ടുപോയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അവരെ ആഗ്രഹിച്ച് പോകുന്നതായതും കൊണ്ട് ഒപ്പം നിന്നു. ഞാൻ പറഞ്ഞനുസരിച്ച് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തപ്പോൾ പിന്നെ അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. മുട്ടായി ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ഇത് വാങ്ങിക്കൊടുത്തല്ലോ, കൂൾപ്പാറിൽ കയറിയിട്ട് നമ്മള് വെള്ളം എന്തൊക്കെ വാങ്ങിക്കൊടുത്തപ്പോൾ പിന്നെ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വേഗം വന്നുകാണ്ട് ഡ്രസ്സ് മാറ്റിയിട്ട്, ആ ഷാളനെയായിട്ട് ഇട്ടിരിക്കുന്നത്, വേഗം ഡ്രസ്സ് മാറ്റിയിട്ടിട്ടാണ് ഇവർക്ക് വിശപ്പോലെ. അപ്പോൾ വേഗം ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് മന്തി ഉണ്ടാക്കട്ടെ. മന്തി അല്ല, മധുപൂത്ത് ഉണ്ടാക്കാൻ കേട്ടോ കുക്കറിൽ. ഇപ്പോൾ സവോള ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ സവോളയും നാരങ്ങയും ഉണക്കനാരങ്ങയും പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ നമ്മൾ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം മന്തി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ പണി ഒരുങ്ങിയല്ലോ. പിന്നെ അടിച്ചു വാരി തുടക്കാനും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വേഗം ഭക്ഷണമാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ചോറ് റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ സവോളയും തക്കാളിയൊക്കെ വഴറ്റിയതിന് ശേഷം ഇതാക്കണേ കുരുമുളക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇതാക്കണ ഗ്രാമ്പൂ, പട്ട, ഏലക്ക പിന്നെ അതുപോലെ തന്നെ ജീരകമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കഴുകി കുതിർത്തി വെച്ചിട്ടുള്ള മന്തിയരിയും അതുപോലത്തെ ചിക്കനൊക്കെ ഒപ്പിട്ടുകാണ്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കണം ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കാൻ. വഴറ്റിയതിന് ശേഷം നമ്മൾ മന്തി മസാലയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. മന്തി മസാല മാഗി ക്യൂബാണ് ചേർക്കുന്നത്. ഇതൊക്കെ ഞാൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തു. ഇനി ഇതാ മന്തി മസാലയും ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ. നമ്മൾ സാധാ മന്തിൻ്റെതിലും ടേസ്റ്റാണ്. ഇത് രണ്ടും ഒന്നിച്ച് പെട്ടെന്ന് വെക്കണതുകൊണ്ട് തന്നെ ചോറിലും നമ്മളെ ചിക്കനിലൊക്കെ നല്ല മസാലയും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അത് അക്കുന് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ വെക്കുന്നത്, പെട്ടെന്ന് വെക്കണത്. അപ്പോൾ അവർ കളിക്കുകയാണ്, അവിടെ റൂമിൽ കളിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ. വേഗം ചോറായിട്ട് പിന്നെ അടിച്ചു വരാനും തുടക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം, ഞാൻ വേഗം ഇതാക്കണം കുക്കറിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണേ. ചിക്കൻ നമ്മൾ പൊരിച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. നേരെ നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇതിലേക്ക് ഇടുന്നത്. നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കേക്ക് പൊതിർത്തി വെച്ചിട്ടുള്ള മന്തി അരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഉപ്പൊക്കെ പാകണ്ടോ എന്ന് നോക്കട്ടോ. മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് പാകമായിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം 2 വിസിലടിച്ചിട്ട് നമുക്ക് ഓഫാക്കിയിടാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അടച്ച് വെക്കുകയാണ് കുക്കർ. അതുപോലെ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ പെരുന്നിട്ടുണ്ട് കേട്ടോ. പാത്രമൊക്കെ കഴുകാനായിട്ടുണ്ട്. അപ്പോൾ പാത്രമൊക്കെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി വെക്കട്ടെ.
നമ്മൾ കറിയോ ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചോറും കറിയൊക്കെ ആകുമ്പോഴത്തേനും ആകെ പരന്നിട്ടുണ്ടാവൂലേ, ആകെ പാത്രങ്ങളും അതുപോലെ തന്നെ കുപ്പികളൊക്കെ നിരത്തിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഞാൻ ഓരോന്നോരോന്നാക്കിയിട്ട് വൃത്തിയാക്കി വെക്കട്ടെ. അതേപോലെ പാത്രങ്ങളും ഇഷ്ടംമാതിരി കഴുകാണ്ടിട്ടോ, അപ്പൊ പാത്രങ്ങളൊക്കെ കഴുകി വെക്കട്ടെ. പാത്രം കഴുകിയതിനു ശേഷം നമുക്ക് അടിച്ചൊരു തുടക്കാനുണ്ട് കേട്ടോ. അടിച്ചൊരിട്ട് പോയപ്പോ പക്ഷെ ആകെ പരത്തിയിട്ടുണ്ട് കേട്ടോ. മക്കളല്ലേ പോലെ അവിടെ നല്ല കളിയിലാണ് കേട്ടോ. റൂമിലൊക്കെ ആകെ പരത്തിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അടിച്ചൊരിട്ട് തുടച്ചെടുക്കാനും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ചോറായിട്ടുണ്ടല്ലോ, അപ്പം ഇനി കറികളൊന്നും വേണ്ടല്ലോ, മന്തി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നുണ്ട്. അപ്പം ഇനി വൈകുന്നേരത്തിന് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഉച്ചക്കൊക്കെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി ബാക്കി ഉണ്ടെങ്കിൽ മക്കൾ പിന്നെ അത് കഴിച്ചോളും. ഞങ്ങൾക്ക് കുറച്ച് ചോറും കൂടി വെക്കേണ്ടി വരും വൈകുന്നേരം. അപ്പം ഏതായാലും അത് റെഡി ആവട്ടെ. ഇനി ഞാൻ ഉപ്പ് കഴിച്ചിട്ട് കേട്ടോ, ഈ ഭരണിക്ക് ഉപ്പ് ഇടട്ടെ. ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഭരണി ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ, 2 ഒന്നിച്ച് ഓഫറിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതാണ് കേട്ടോ, ഉപ്പ് പുളി അച്ചാറൊക്കെ ഇട്ടക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഞങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലാറ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഭരണിക്ക്. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇതാക്കണ കുക്കർ വിസിലൊക്കെ അടിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇതാക്കണ തിണ്ടൊക്കെ ഒന്ന് തോത്തി അടുക്കളത്തെ പണികൾ ഒരുക്കട്ടെ. അപ്പം അടുക്കളത്തെ പണികൾ ഇപ്പോൾ ഏകദേശം ഒരുങ്ങിട്ടോ, എല്ലാം തീർന്നിട്ടുണ്ട്. അടിച്ചു വരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുക്കള ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ ഹാളിക്കൊക്കെ പോകട്ടെ കേട്ടോ. സ്കൂളൊക്കെ അടച്ചിട്ട് എല്ലാവരും വീട്ടിലത്തെ അവസ്ഥകൾ എന്താ, മക്കളൊക്കെ അല്ലേ വീട്ടിലത്തെ അവസ്ഥകൾ എന്താന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണ്ടോ. ഞങ്ങളെ വീട്ടിലത്തെ അവസ്ഥ കാണിച്ചു തരുന്നത് ഇതാണ് അവസ്ഥ. വീട്ടിന്റെ ഉള്ളിലും പുറത്തൊക്കെ ഉള്ള അവസ്ഥയാണ് കേട്ടോ ഇത്. വീട്ടിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് റെഡിയാക്കി വൃത്തിയാക്കിയിട്ട് പോയാൽ എത്ര പെട്ടെന്നാണ് അറിയാം ബെഡ്ഷീറ്റൊക്കെ ആകപ്പാടെ. ഇതിപ്പോ ബെഡ്ഷീറ്റെങ്കിലും ഇതിന്റെ കട്ടിൽമ കിടക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ബെഡ്ഷീറ്റ് മൊത്തം വലിച്ചുകാണ്ട് അവര് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ തലേന്റെ കവറ് വരെ ഇതുമ്പോൾ ഊടിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ വികൃതി കാട്ടിയോണ്ട് നടക്കൂട്ടോ രണ്ടാളും. പിന്നെ അതുപോലെ തന്നെ ഹാളിലൊക്കെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, പിന്നെ അതേമാതിരി തന്നെ പരത്തിയിട്ടു കേട്ടോ. അപ്പൊ മുട്ടായി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കവറൊക്കെ ഹാളിൽ അതേമാതിരി ഇട്ട് പോകും കേട്ടോ. അപ്പൊ ഇതാക്കണ് പുതപ്പൊക്കെ എടുത്ത് കളിക്കായിരുന്നു. ഇതാക്കണ് ചൂട് സമയമാണ്, എന്നാലും ഈ പുതപ്പും കൊണ്ടൊക്കെ ഇട്ട കളി. അങ്ങനെ അതൊക്കെ മടക്കിങ്ങാണ്ട് അടിച്ചു വാരിയിടട്ടെ. ഇവിടെയൊക്കെ നമ്മൾ രാവിലെ അടിച്ചു വാരി ഇട്ടതാണ് കേട്ടോ. അതായത് ചായപൊടി കഴിഞ്ഞതിന് ശേഷം, രാവിലത്തെ ചായപൊടി കഴിഞ്ഞതിന് ശേഷം വേഗം അടിച്ചു വാരി ഇട്ടിട്ടാട്ടോ ഞങ്ങൾ ചുമത്രക്ക് പോയിട്ടുള്ളത്. പക്ഷെ ഇതാക്കണ് വന്ന് കഴിഞ്ഞപ്പോൾ അവർ ഇട്ട ഡ്രസ്സും അതേപോലെ തന്നെ മുട്ടായിന്റെ കവറും ഏസിന്റെ കവറും ഒക്കെ അകത്ത് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് അടിച്ചൊരി വൃത്തിയാക്കിയിട്ടെ. ഇവിടെ കണ്ടില്ല, അതേമാതിരി ലേസിന്റെ കവറാണ് ഇട്ടിട്ടുണ്ട്. എത്ര പറഞ്ഞാലും ലേസ് ഇതിപ്പോ കഴിയൂട്ടോ. 19 മിനിറ്റായി, 100 മിനിറ്റ് കഴിയും, 2 മിനിറ്റ്. ഇനി കണ്ടിട്ട് എങ്ങനെയാണ് ഇപ്പൊ ചുങ്കത്തർക്ക് പോയപ്പോ വാങ്ങിക്കൊണ്ട സാധനങ്ങളാണ്. കുഞ്ഞി ബലൂണും ഇവിടെയൊക്കെ നമ്മൾക്ക് ഒരു പ്രാവശ്യം അടിച്ച് വാരിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷെ പിന്നെ തിരക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ഞാൻ വേഗം പോയിട്ട് കുളിക്കട്ടെ. മക്കൾ കുളിച്ചിട്ടോ. ഞാൻ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് അത് ഉണ്ടാക്കാൻ വരുന്നതിന്റെ മുന്നേ തന്നെ രണ്ടാളെയും കുളിപ്പിച്ചിട്ടാണ് റൂമിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാക്കണം, ഇനി ഞാനും വേഗം കുളിച്ച് വരട്ടെ. എന്നിട്ട് ഞങ്ങൾ മന്തിച്ചോറ് കഴിക്കട്ടെ കേട്ടോ. എല്ലാവരും കൂടി ഒപ്പം ഇരുന്നിട്ട് കഴിക്കാം. ഇന്നിപ്പം ഉമ്മ ഇവിടെ ഇല്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ 3 തന്നെ ഉള്ളൂ, മക്കളും ഞാനും തന്നെ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ വേഗം കുളിക്കട്ടെ, എന്നിട്ട് മന്തിച്ചോറ് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഇതാക്കണ കുക്കർ തുറന്ന് നോക്കാൻ കേട്ടോ. നമ്മളെ മധുഹൂത്ത് എങ്ങനെ ഉണ്ട് നോക്കാൻ ഇതാക്കണ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മധുഹൂത്ത്. നല്ല രസമുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതാക്കണ അക്കുവാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. അക്കു നല്ല സ്മെല്ലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണ് ഞാൻ ആദ്യം അക്കുവിന് കൊടുക്കട്ടെ കേട്ടോ, വിളമ്പി കൊടുക്കട്ടെ. ഉണ്ടോ നല്ല ടേസ്റ്റുള്ള മന്തി ഇതാണ് കേട്ടോ, മധുഹൂത്ത് മന്തിയാണ്. നമുക്ക് പെട്ടെന്നൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോയി വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം കേട്ടോ. നമ്മളെല്ലാം റെഡിയാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ, മന്തിയാണ് എങ്കിൽ നമുക്ക് ഒറ്റക്ക് കഴിക്കാം. അതിപ്പോൾ വേറെ ഒന്നും വേണ്ട. പിന്നെ നമുക്ക് സോസ് ഉണ്ടെങ്കിൽ സോസും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ സുഖമാണ്. അപ്പം സോസ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ടൈമില്ലാത്തതുകൊണ്ട്. അപ്പോൾ താക്കണ് ഇങ്ങനെ മതിയെന്നും പറഞ്ഞു അവർ. അപ്പോൾ താക്കണ് ഞാൻ ഒലിക്ക് വിളമ്പി കൊടുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഇതാണ് ഞങ്ങളെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ.
അങ്ങനെ നമ്മൾ ഉച്ചക്ക് മന്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരത്തിനാണ് കേട്ടോ ഈ ഉണ്ടാക്കുന്നത്. വൈകുന്നേരത്തിനും വേണമല്ലോ നമുക്ക് ഭക്ഷണം. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തിന് നമുക്ക് ഇതാക്കുന്ന ചോറ് അടുപ്പത്തുണ്ട്. അതുപോലെ തന്നെ ക്യാബേജ് ഉപ്പേരിയും കോഴിക്കറിയാണ് കേട്ടോ. നമ്മൾ രാവിലെ അല്ല ഉച്ചക്ക് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചിക്കൻ ഇപ്പോൾ എടുത്തുകൊണ്ട് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കുന്നതാണ് ഞങ്ങൾ അന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണം. ചിക്കൻ കറി ഉണ്ട്, ക്യാബേജ് ഉപ്പേരി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മന്തിച്ചോറും കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. കുട്ടികൾ അത് കഴിച്ചോളും. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണ രീതികളും പിന്നെ അതുപോലെ ഞങ്ങൾ ഇന്നത്തെ പോക്കും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.